നിങ്ങളുടെ വീട്ടിലുള്ള ചെടികൾ ഇങ്ങനെ അനങ്ങുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശം തേടിയുള്ള ചെടിയുടെ പ്രയത്നമാണ് ഈ കാണുന്നത്. ഈ ചെടികൾ ഇങ്ങനെ അനങ്ങുന്നത് എന്തിനാണെന്നും ഇതെങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കാമെന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇത് നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുമ്പോഴത്തെ റോബോട്ടിക്സ് വീഡിയോ അല്ല. എല്ലാവർക്കും ഇപ്പോൾ തന്നെ വേണമെങ്കിൽ വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിൽ സ്കൂളിലെ സയൻസ് എക്സിബിഷൻ ആണെങ്കിലും ഈ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്തു നോക്കാൻ വലിയ വിലപിടിപ്പുള്ള ഡിവൈസസും കാര്യങ്ങളും ഒന്നും വേണ്ട. ആകെപ്പാടെ വേണ്ടത് ഒരു കപ്പും കുറച്ച് പയറുമണിയും ഒരു ടിഷ്യൂ പേപ്പറും മാത്രം മതി. ആദ്യം ചെയ്യാനുള്ളത് ഒരു കപ്പ് എടുത്തിട്ട് അതിനകത്ത് 2 ടിഷ്യൂ പേപ്പർ 4ആയിട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് പയറുമണി ഇടുക. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ജനലിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. പക്ഷെ വെയിലത്ത് വയ്ക്കാതിരിക്കാൻ നോക്കുക. വെയിലടിച്ച് വെള്ളം ആവിയായി പോവുകയാണെങ്കിൽ വിത്ത് മുളയ്ക്കില്ല. ഒരു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഇതിൽ ചെറുതായിട്ട് വേരും വന്നു തുടങ്ങും. ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും ആദ്യമായിട്ട് ഇലയും വരും. ഒരാഴ്ചക്കകം ചെടി ഇതുപോലെ ആവും. ഇപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഈ ഒരു ചെടി വളഞ്ഞു നിൽക്കുന്നത് സൂര്യപ്രകാശം വരുന്ന ആ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും സൂര്യപ്രകാശം വരുന്ന ഡയറക്ഷനിലോട്ട് ഈ ചെടി വളർന്നു പോകുന്നത്? കാര്യം സൂര്യപ്രകാശം ഉപയോഗിച്ച് മാത്രമേ ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ചെടികളുടെ ഇലയിൽ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടുകൂടി ഗ്ലൂക്കോസും വെള്ളവും ഓക്സിജനുമാക്കി മാറ്റുന്നു. ഈ ഒരു പ്രോസസ്സിനെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇനി ഈ ചെടിയെ ഒന്ന് തിരിച്ചു വെച്ചിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. നോക്കിയേ, നല്ല രസമുണ്ടല്ലേ ചെടികൾ ഇങ്ങനെ തിരിഞ്ഞു വരുന്നത് കാണാൻ. ശരിക്കും എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ചെടികളിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രത്യേകതരം മോളിക്യൂൾസ് സൂര്യപ്രകാശം വരുന്ന ഡയറക്ഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ സൂര്യപ്രകാശം വരുന്ന ഡയറക്ഷൻ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ സൈഡിലേക്ക് ചെടികൾ വളയുകയും ആ ഡയറക്ഷനിലോട്ട് തന്നെ ചെടികൾ വളരുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്ന പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കപ്പൊന്ന് തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ വെറും 1/2 മണിക്കൂറിനകം ഈ ചെടി തിരിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലത്തെ രസകരമായ എക്സ്പെരിമെൻറ്റ്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഒരു റോബോട്ടിക്സ് വീഡിയോയുമായി നമുക്ക് പിന്നെയും കാണാം.